ഗൈസ് അങ്ങനെ ഹോങ്കോങ്ങിനെതിരെയും പരാജയപ്പെട്ട് ഏഷ്യൻ കപ്പിന്റെ യോഗ്യത പ്രതീക്ഷകളൊക്കെ ഏതാണ്ട് ഇന്ത്യ അവസാനിപ്പിക്കാമെന്നുള്ളതാണ് തോന്നുന്നത്. 1-0 എന്ന് പറയുന്ന ഒരു സ്കോറിലാണ് പരാജയപ്പെടുന്നത്. ആദ്യത്തെ മത്സരം ബംഗ്ലാദേശിനെതിരെ ഒരു സമനിലയായിരുന്നു. എന്താണെങ്കിലും ഒരേ ഒരു ടീമിനെ ഗ്രൂപ്പിൽ നിന്ന് പ്രവേശനമുള്ളൂ. സിംഗപ്പൂർ നിലവിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ബംഗ്ലാദേശുമായിട്ട് ലീഡ് ചെയ്ത് നിൽക്കുകയാണ് ഫസ്റ്റ് ഹാഫിൽ 1-0 എന്ന് പറയുന്ന ഒരു ലെവലിൽ. എന്താണെങ്കിലും ഇന്ത്യയുടെ പ്രതീക്ഷ ഇതിപ്പം ഈ താരതമ്യേന ദുർബലരായിട്ടുള്ള ടീമുകളായിരുന്നു ഈ പറഞ്ഞ ബംഗ്ലാദേശും പിന്നെ ഹോങ്കോങ്ങും. ഇനിയിപ്പം താരതമ്യേന ശക്തരായിട്ടുള്ള ടീമാണ് സിംഗപ്പൂർ. അവർക്കെതിരെ ഇനി എന്ത് പോയിന്റാണ് പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ. മനോലയുടെ അവസാനത്തെ മത്സരമാണ്, അത് നിരാശയോടുകൂടി നടക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം AFFന് 42 ലക്ഷം രൂപ ലാഭിക്കാമല്ലോ, അങ്ങനെ കൊടുക്കുമെന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തു എന്നുള്ളതാണല്ലോ പറയുന്നത്. അതുകൊണ്ടായിരിക്കാം കിട്ടിയ അവസരങ്ങൾ പോലും ഗോളാക്കാതെ മാറ്റിയത്. ഇന്ത്യൻ ഫുട്ബോളിനോടുള്ള സ്നേഹമാണ് നമ്മളുടെ മുന്നേറ്റത്തിലെ താരങ്ങൾ കാണിച്ചത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം എല്ലാവരും പറയുന്നുണ്ട്, അതായത് അല്ലെങ്കിൽ ചില ആളുകളെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടു നമ്മൾ ബെറ്ററായിട്ട് കളിച്ചു എന്നുള്ളത്. യെസ്, അപ്പം തായ്ലാൻഡ് മത്സരത്തിൽ നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. അത് ഒപ്പോണൻസ് ഡിഫറൻ്റ് ആണെന്ന് പറയുന്നൊരു ഫാക്ടർ അവിടെ നിലനിൽക്കുന്നെങ്കിൽ കൂടി. പക്ഷേ നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഒരു മത്സരം വിജയിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? ഗോളടിക്കണം. ആ ഗോളടിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടാൽ നമ്മൾ എത്ര നന്നായിട്ട് കളിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ മത്സരത്തിലല്ല, മുന്നോട്ടുള്ള ഏത് മത്സരത്തിലാണെങ്കിലും എന്താണ് പ്രയോജനം എന്നുള്ളൊരു ഫാക്ടർ അവിടെ നിലനിൽക്കുന്നു. ഈ ഒരു മത്സരത്തിൽ പറഞ്ഞല്ലോ, കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതും അല്ലെങ്കിൽ അവസരങ്ങൾ കിട്ടിയതും പൊസഷൻ കീപ്പ് ചെയ്തതും ഒക്കെ ഇന്ത്യ തന്നെയാണ്. പക്ഷേ എന്താണ് ഇതുകൊണ്ടുള്ള മെച്ചം എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. ഈ ഒരു മത്സരത്തിൽ സുനിൽ ഛേത്രിയെ ബെഞ്ച് ചെയ്തിട്ട് ആ റോളിലേക്ക് ആഷിഖ് കുര്യനെയാണ് വന്നത്. ആഷിഖ് കുര്യനെ ആദ്യ പകുതിയിൽ കിട്ടിയിട്ടുള്ള ചാൻസ്, ലിസ്റ്റൺ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചാൻസാണ്. അത് ഒരു കിടിലൻ ചാൻസ് ആയിരുന്നു, ഒരു സിറ്ററായിരുന്നു. പക്ഷേ അത് മിസ് ചെയ്യുന്നൊരു അവസരമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അത് അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയുന്നില്ല. കുറ്റം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ സ്ട്രൈക്കറായിട്ട് കളിക്കുന്നൊരു പ്ലെയർ അല്ല അദ്ദേഹം. ആ ഒരു ചാൻസ് മിസ്സാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിയിൽ ഇപ്പം ഫിസിക്കൽ ഗെയിം ആണെങ്കിലും പലതരത്തിൽ അദ്ദേഹത്തിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവരുടെ ഡിഫൻസിന് പ്രശ്നം ഉണ്ടാക്കാനൊക്കെ കഴിഞ്ഞു. പക്ഷേ ഒരു സ്ട്രൈക്കറുടെ ഒരു ജോലി അടിസ്ഥാനപരമായിട്ട് ഗോളടിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ളതാണ്. എന്താണെങ്കിലും ആദ്യ പകുതിക്ക് ശേഷമാണ് സുനിൽ ഛേത്രിയുടെ വരവ്. സുനിൽ ഛേത്രി വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ആഷ്ലി ഏതാണ്ട് പ്ലാൻ ചെയ്ത പോലെയാണെന്ന് തോന്നുന്നു. കാരണം ഒരു തരത്തിലും സ്പേസ് ഇല്ല. ഛേത്രി അടിക്കുന്ന ഷോട്ടൊക്കെ വിത്തിൻ സെക്കൻഡ്സ് ബ്ലോക്ക് ചെയ്യുന്ന അവസരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഛേത്രി ചാങ്തയ്ക്കും ലിസ്റ്റനും കൊടുത്ത 2 അവസരങ്ങളായിരുന്നു എടുത്തു പറയാനുണ്ടായിരുന്നത്. പക്ഷേ അത് കൺവേർട്ട് ചെയ്യാനായിട്ടും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു മത്സരത്തിൻ്റെ അവസാനം ഒരു സമനിലയിലേക്കൊക്കെ പോകുമെന്നുള്ള മൊമെൻറ്റിലാണ് ഒരു പെനാൽറ്റി വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശാലിൻ്റെ അതൊരു ലേറ്റ് ഔട്ടിംഗ് ആയിരുന്നു. അത് പാളിപ്പോയി. അങ്ങനെയാണ് ആ പെനാൽറ്റി കിട്ടുന്നത്. അങ്ങനെ പെനാൽറ്റി കൺവേർട്ട് ചെയ്ത് ഹോങ്കോങ് ആ ഒരേ ഒരു ഗോൾ 90 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. എനിക്കങ്ങനെ ഒരു ഹൃദയഭേദകമായിട്ടുള്ള ഫീലിംഗ് ഒന്നും തോന്നിയില്ല. കാരണം ഞാൻ മാച്ച് പ്രിവ്യൂവിലൊക്കെ തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിച്ച ഒരു റിസൾട്ടൊക്കെ തന്നെയാണ്. പിന്നെ ആഷ്ലി വെസ്റ്റ്വുഡ് നമ്മുടെ വേൾഡ് കപ്പിൻ്റെ മുന്നോട്ടുള്ള ഒരു സാധ്യതയ്ക്ക് വില്ലനായിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു പ്രിവ്യൂവിൽ. അത് അഫ്ഗാനിസ്ഥാൻ്റെ കോച്ചായിട്ടാണെങ്കിൽ ഇപ്പോൾ ഇതാ ഏഷ്യ കപ്പിൻ്റെ കാര്യത്തിലും ഏതാണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാനായിട്ട് ഇദ്ദേഹത്തിന് സാധിക്കുന്നു. അത് ഹോങ്കോങ്ങിൻ്റെ പരിശീലനം എന്ന രൂപത്തിലാണ്. അപ്പം ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത് മാച്ചിനെ പറ്റിയിട്ട്? ഇപ്പം ഓരോ പ്ലേയേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ മത്സരത്തിൽ ഇപ്പം ഡിഫെൻസീവ്ലി പ്ലേയേഴ്സൊക്കെ ആണെങ്കിലും ഡീസൻ്റായിട്ട് കളിച്ചു. എസ്പെഷ്യലി അഭിഷേക് സിംഗിൻ്റെ പ്രകടനം ഇമ്പ്രസീവാണ്. അൻവർ അലി നന്നായിട്ട് കളിച്ചു. സുരേഷ് ഇമ്പ്രസീവായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പക്ഷേ അറ്റാക്കിംഗ് വൈസ് പ്ലേയേഴ്സിൻ്റെ പ്രത്യേകിച്ച് ലിസ്റ്റൺ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് ഫ്രസ്ട്രേറ്റ്. ഞാൻ എഡ്മണ്ടിനെ പോലത്തെ പ്ലെയറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിങ്ങറോ ആ ഒരു പൊസിഷനിൽ വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ആ ഒരു ഫ്രസ്ട്രേറ്റിംഗ് ഗെയിം 95 മിനിറ്റ് നമ്മൾ കാണട്ടെ എന്ന നിലയിലായിരുന്നു കോച്ചിൻ്റെ തീരുമാനം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ കൂടുതൽ ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല. ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പം ബാക്കി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ നിങ്ങളുടെ ഒപ്പീനിയൻസ് ആയിട്ട്. മറ്റൊരു കളി ആവശ്യം സനി ഓഫ്.